ചേർത്തലയിൽ സംരംഭകനെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുന്ന തെറ്റായ പരാതിയിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ. ചേർത്തല നഗരസഭ 2-ാം വാർഡിൽ നിയമങ്ങൾ മറികടന്ന് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടതിന്റെ പേരിൽ സാമ്പത്തിക ആരോപണവും അസത്യപ്രചരണങ്ങളും നടത്തിയ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കേരള ഉൾനാടൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സെക്രട്ടറി NR ഷാജി പറഞ്ഞു. പ്രചരണം നടത്തിയ കാര്യങ്ങളൊന്നും പരാതിക്കാരൻ മൊഴിയിൽ പറഞ്ഞിട്ടില്ലെന്നും തനിക്കും സംഘടനയ്ക്കും മാനഹാനി ഉണ്ടാക്കുന്ന പ്രചരണമാണ് നടത്തിയതെന്നും NR ഷാജി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതിയോ അംഗീകാരമോ ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതേ തുടർന്ന് സംഘടന വിവിധ വകുപ്പുകളിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്നതെന്നും ഷാജി പറഞ്ഞു. എന്നാൽ വിഷയത്തിൽ സംരംഭകന്റെ പരാതിയെ തുടർന്ന് 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്ന് കാട്ടിയാണ് പരാതി നൽകിയിരുന്നതെങ്കിലും പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് അതിക്രമിച്ച് കയറി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പരാതിയിന്മേൽ അതിന്റെ EP ബിൽഡേഴ്സിന്റെ ബന്ധപ്പെട്ട ഇവിടെ നടത്തിയ പത്രസമ്മേളനത്തിൽ അവർ പ്രധാനമായും ഉന്നയിച്ചത് യൂണിയൻ ആൾക്കാരുടെ ഭാരവാഹിക്കുന്നെങ്കിൽ എന്നെയും അതുപോലെ തന്നെ മറ്റുള്ള എനിക്ക് എന്റെ കാര്യം പറയണോ ശരി, കാരണം വിവിധ സംഘടനകളാണ് അവിടെ പരാതി കൊടുത്തത്. എന്നെ സംബന്ധിച്ച് എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവിടെ പരാമർശിക്കുകയുണ്ട്. പണം ആവശ്യപ്പെട്ടുകൊണ്ട് അതിനകത്ത് വേറെ ഒരു വിഷയം എന്ന് പറയുന്നത് സംരംഭകനെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന രീതിയിലുള്ള വളരെ ഗുരുതരമായ ആരോപണം. ഞാൻ ഈ EP ബിൽഡേഴ്സിന്റെ ഈ പറയുന്ന ഗഫൂർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു പ്രാവശ്യമാണ് നേരിട്ട് കണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പ്രാവശ്യം ഇവിടെ ചർച്ചയും വിളിച്ചു കണ്ടു. അല്ലാതെ കണ്ടുപോലും ഇല്ലാതെ ഫോൺ വിളിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അതാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടു. പേരെടുത്ത് പറഞ്ഞ് പിന്നെ നമ്മൾ പണം വരിക അതിനകത്ത് പറയുന്നത് പൊതുജന മധ്യത്തിൽ നമ്മൾ എത്രയോ മോശക്കാരനാക്കുന്ന രീതിയിലാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. നമ്മൾ പണം ആവശ്യപ്പെട്ടു, 4 സെന്റ് സ്ഥലം ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹം നമ്മളെ സമൂഹ മധ്യത്തിൽ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായെന്നുള്ള കാര്യം എനിക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വാഭാവികമായും എനിക്കതിന് മറുപടി പറയേണ്ടിയിരിക്കും. സംഘടന എന്ന നിലയിലും മറ്റ് ഒട്ടനവധി സംഘടനകളുണ്ട്. അതിനകത്ത് 1-2-3 സംഘടനയിൽ നമ്മൾ സജീവമായി രംഗത്തുള്ളവരാണ്. ഇപ്പൊ പോലീസിൽ അവർ കൊടുത്തിരിക്കുന്ന മൊഴി ഈ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലീസ് കൊടുക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്ഥലത്ത് പരാതിക്കാരായ ഞങ്ങൾ അതിക്രമിച്ച് കയറി അവിടെ ജോലിയിലുണ്ടായിരുന്നവരെ ഭീഷണിപ്പെടുത്തി അവരുടെ ജോലി തടസ്സപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ എന്റെ പേരെടുത്ത് ആദ്യമായിട്ടാണ് ഒരാൾ ഒരു പത്രമാധ്യമത്തിലൂടെ പറഞ്ഞ് നമ്മളെ ഈ സമൂഹത്തിൽ ഒരു മോശക്കാരനായി ചിത്രീകരിക്കുന്നത്. അത് നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിനെതിരെ എനിക്ക് നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയുവാനുള്ളത്. അതെല്ലാം നോക്കിയപ്പോൾ ചെയ്യാൻ പറ്റും.